എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ കുറച്ച് തിരക്കിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതേ മട്ടാഞ്ചേരിയുടെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ ഞാൻ കിഴക്കുവശത്തുള്ള ഭാഗമാണ് കാണിച്ചതെങ്കിൽ സ്ട്രീറ്റാണല്ലോ കാണിച്ചത്. ഇത് കുറച്ച് പുറമേയുള്ള കാഴ്ചകളാണ്. മട്ടാഞ്ചേരിയിൽ പല കാഴ്ചകളും അവിടെ കാണാനായിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഒന്ന് കാണിക്കാനായിട്ട്. അവിടെ മട്ടാഞ്ചേരിയിൽ GSBയുടെ ഒരു വലിയ ടെമ്പിളുണ്ട്. TD അമ്പലം, TD ക്ഷേത്രം, തിരുമല ദേവസ്വം ക്ഷേത്രം എന്നാണ് പറയുന്നത്. അവിടുത്തെ ബെല്ലൊക്കെ ഒരു വലിയ ബെല്ലാണ്. നേരത്തെ ഞാനിത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ജൂതപ്പള്ളി, സിനഗോഗ്, ഗുജറാത്തി സ്കൂള്, പിന്നെ നാനാ മതസ്ഥരുടെയും ആരാധന കേന്ദ്രങ്ങൾ. പക്ഷേ എല്ലാം ഒന്നും കാണിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. എല്ലാം പുറമേ നിന്നുള്ള ഒരു ചെറിയൊരു വ്യൂ മാത്രം കാണിച്ചിട്ടുള്ളൂ. പുറത്തുനിന്നുള്ള ഒരു കാഴ്ച. മട്ടാഞ്ചേരി പാലസ് ഉണ്ട്. പാലസിൻ്റെ ഉള്ളിൽ മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാനുള്ളതുണ്ട്. അതിനൊക്കെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കാണുക. മട്ടാഞ്ചേരിയിൽ എത്താൻ അധികം എറണാകുളത്തുനിന്ന് എത്താനായിട്ട് എളുപ്പമാണ്. ബോട്ടിൽ പോവാം, കാറിലോ ബസ്സിലോ ഒക്കെ അവിടെ എത്താം. മട്ടാഞ്ചേരി ബസ്സിൽ പോവുകയാണെങ്കിൽ അവിടെ മട്ടാഞ്ചേരിയിൽ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ ആനവാതിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഞാൻ കാണിച്ചത്. നേരത്തെ കണ്ടതെല്ലാം സ്ട്രീറ്റ്, കായലിനോട് ചേർന്നുള്ള കാര്യങ്ങളായിരുന്നു. എനിക്കെന്തോ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ളവരൊക്കെ കാണുക. അറിയണമെന്ന് താല്പര്യമുള്ളവർ. പിന്നെ ധാരാളം കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. കാര്യം പറഞ്ഞാൽ നാനാ മതസ്ഥരുടെയും ഒരു ലോകമാണ് അവിടെ എന്ന് പറയാം. ചെറിയൊരു ലോകം. ഒരു ലോകം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു താമസം. ഇപ്പം എല്ലായിടത്തും അതെയല്ലോ. ഇപ്പം എല്ലാവരും ഫ്ലാറ്റിലൊക്കെ അങ്ങനെയാണെങ്കിൽ ഇത് അതുപോലെയല്ല. ഓരോരുത്തർക്കും ക്ഷേത്രങ്ങളും സിനഗോഗ്, പിന്നെ അധികം GSB അവരുടെ വലിയ ഒരു ക്ഷേത്രം ആണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. വേറെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കാഴ്ചയാണ് ഇത്. കണ്ട് എനിക്ക് ചെടികളുടെയൊക്കെ ഇടുന്നതാണ് കൂടുതൽ ഇഷ്ടം. എങ്കിലും എനിക്കതിന് പറ്റിയില്ല. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ചെടികളെ പറ്റിയും വേറെ പല കാര്യങ്ങളും ഒക്കെ നിങ്ങളെ അറിയിക്കണമെന്നും പറയണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് സാഹചര്യം ഒത്തു വന്നില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എനിക്കറിയാം നിങ്ങൾക്കത് പോരാ എന്ന്. എങ്കിലും ഞാൻ വിശ്വസിക്കുകയാണ് ഒന്നും ഇടാണ്ടിരിക്കുന്നതിൽ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാൻ ശ്രമിക്കാം. കൂപ്പ് കൈയോടെ ലക്ഷ്മി ശിവ്.
വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്. ഉപ്പ് കൈയോടെ